2025 ജനുവരി 19 ഞാനിപ്പോൾ ഉള്ളത് അബുദാബി സഫ്രാൻ മുറൂർ പാർക്കിലാണ്. സോ ഇന്നാണ് 2025 പെരുമ കൂട്ടായ്മയുടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കണ്ണപുരം എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരുപാട് ആൾക്കാർ UAE-ലുണ്ട്. അപ്പോൾ UAE-ലെ എല്ലാ എമിറേറ്റ്സിലെ ആൾക്കാരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം, ഒരു സ്ഥലം. അപ്പോൾ നമുക്ക് പരിപാടി ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് വരാം. കമോൺ. أهلا وحبا وتشريفا بمقديمكم بمدرسات هند أضحى السعد ألوانا بمدرسات هند أضحى السعد ألوانا هنا نرددها الآيات نحفظها قرآننا آلق والقلب مزدانا هنا المسرات لم تبرح ملامحنا هنا الرضا ما توارى عن حنايانا كتاب ربي تدارسناه في شغف. ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പെരുമയുടെ പരിപാടിയിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതെൻ്റെ ഒരു കാരണറായിട്ട് പെരുമ ഒരു പാൽ നടത്തുന്നതിന് മുന്നേ ആറാമത്തെ പെരുമയായിട്ട് ഇടക്കാലത്ത് നമ്മളൊരു കൊറോണ സംബന്ധമായിട്ട് പെരുമ 3-4 വർഷം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. മാഷാഅല്ലാ മുൻ കാലങ്ങളെ അപേക്ഷിച്ച് ഈ കൊല്ലം പെരുമ അതിഗംഭീരമായിരുന്നു. ഫുഡൊക്കെ ഡൈൻ ഔട്ട് എന്ന് ദുബൈർക്കാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. ഉച്ചക്കത്തെ ഫുഡായാലും വൈകുന്നേരത്തെ ചായക്കായാലും അടിപൊളിയായിരുന്നു. بمدرسات خولة صحبي بكم سعدت من أجل آيات ربي كان لقيانا من أجل آيات. ആൾക്കാർക്ക് എല്ലാവർക്കും സർപ്രൈസ് ആക്കിയിട്ടായിരുന്നു കയറി വന്നിട്ടുണ്ടായത്. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്നലെ നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് UAE-ലേക്ക് ഇതിനായിട്ട് വന്ന ഒരു ആളാണ് നമ്മുടെ മഹല്ല് ഖത്തീബ്. ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി സൂപ്പർ പൊളിച്ച്. أحزاني مرتحل في غربة العمر كان الحفظ أوطانا إذا تكاثرت الآلام ضمادها وإن ذبلنا كتاب الله أروانا بالأمس شيدنا مدارسنا بالآي نروي فؤادا كان عطشانا بمدرسات زينب قد أزهرت. പെരുമയുടെ പരിപാടിക്ക് ഏറ്റവും എല്ലാ കാര്യത്തിലും അടിപൊളിയായിട്ടുണ്ടായത് നമ്മുടെ അഷ്റഫിക്കാണ്. അഷ്റഫിക്ക, നമ്മൾ ഇന്നത്തെ പരിപാടിയുടെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? കുറേ വർഷത്തിന് ശേഷം നടക്കാത്തൊരു പരിപാടി ഞങ്ങൾ നടത്തിയത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ വന്നിട്ടും നമുക്ക് പുതിയ സ്പോൺസറൊക്കെ വന്ന് അപ്പോൾ ഭയങ്കര ഒരു ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഭയങ്കര ഗംഭീര വിജയമായിരുന്നു. നമ്മൾ കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ ഇത്രയും വലിയൊരു പരിപാടി നടത്തിയത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, വിസിറ്റിന് വന്നവരുണ്ടായിരുന്നു. എല്ലാം കൂടി നമ്മളെ പെരുമയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ ഗെയിംസും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ഗംഭീരമായിട്ടാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. كم مرة كانت الآيات تبهجنا عن وحشة الدرب في القرآن مأوانا وإن كسرنا وجدنا فيه تذكيرة إذا صبرنا فبالجنات بشرانا على رب പരിപാടിയിൽ കൂടുതലും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചത് നമ്മുടെ അബ്ദുൽ ബാരിക്കാണ്. പിന്നെ എന്തായിരുന്നു ഇന്നത്തെ പരിപാടി നിങ്ങൾ ഉദ്ദേശിച്ചത്? പരിപാടി അതിലും വേറെ ആൾക്കാരുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വിസിറ്റിംഗ് വന്ന് സ്പെഷ്യലിസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും നല്ല പരസ്യം കൊടുത്ത് നല്ല ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു. ഇത്രയും 2013 തുടങ്ങിയ ജയയാത്ര നല്ല ഉഷാറായിട്ട് തന്നെ അവസാനിക്കുകയാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇതുപോലെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. هدى خيرا وتبيانا بالأمس شيدنا مداري. ഈ പരിപാടിയുടെ ഏറ്റവും ഫ്രണ്ടിൽ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അജ്മലായിരുന്നു. പരിപാടി ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം UAE-ലുള്ള 7 എമിറേറ്റിലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പരിപാടിയുടെ പബ്ലിസിറ്റി ആയാലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് കുറച്ചും കൂടിയും പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു മീഡിയ വർക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പരിപാടിൻ്റെ സെറ്റപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും ഭയങ്കര കോർപ്പറേറ്റീവ് ആയിരുന്നു. കൂടുതൽ കാലത്തിന് ശേഷം കണ്ടെന്ന് അവർ എക്സൈറ്റഡിലായിരുന്നു ആൾക്കാരൊക്കെ. പരിപാടിക്ക് കൂടുതൽ ഗിഫ്റ്റുകളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ പറ്റും. പൊളിറ്റിക്കലി സംഘടന ഭേദമില്ലാതെ നാട്ടിലെല്ലാവരെയും നമുക്ക് ഈ പെരുമ 2025 നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല ഇൻവോൾവ്ഡ് ആയിരുന്നു പരിപാടിയിൽ. മൊത്തത്തിൽ സംഭവം കളറായിട്ടുണ്ട്. ഞാനും പെരുമ 2025 പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അടിപൊളിയായിരുന്നു. സോ അപ്പോൾ അടുത്ത വർഷം കാണാം. ഒരു